എൻ്റെ പേര് അർഫാസ്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അമല പറഞ്ഞ പോലെ ഇതിൻ്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസുമാണ്. വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ്റ് മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും. അപ്പം നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ഞാൻ അമല ഈ സിനിമയിൽ എങ്ങനെ വന്നു എന്നുള്ളൊരു കഥ പറയാം. അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ, അമല ചെയ്ത ക്യാരക്ടറിനെ എഴുതുമ്പോൾ അമല തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ. ഇതുപോലെ ഒരു ആക്ട്രസ് വേണം അമല. അപ്പോൾ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിയിട്ട്. ഷീസ് ഗോട്ട് 5-6 മാനേജേഴ്സ്. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് നോട്ട് ഏബിൾ ടു റീച്ച് ഹർ. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമലയെ ഒന്ന് കാണാൻ ട്രൈ ചെയ്യട്ടെ. സാർ അത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജറിനെ, അതൊന്നും അമല അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങൾ അമലിന്റെ കടമ സെൻട്രൽ ലണ്ടനിൽ. അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയലൊന്നും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ താഴെ പോയി റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു. പക്ഷെ അത് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ സ്റ്റിൽ ട്രൈ, ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഞാനും ജീതു സാറും ടുണീഷ്യയിൽ റാമിന്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening. Amala is on a break. She doesn't want to do any films for a while. So you will look for someone else. Not a call vanu. So I was disappointed. WhatsApp call I was disappointed. But Jeetu sir ennodu choichu endu what happened, you look dull. Appo ഞാൻ പറഞ്ഞു, sir Amala is not Amala ഉണ്ടാവില്ല സിനിമയിൽ. അപ്പോൾ we'll have to look for someone else. No. അപ്പോൾ sir എന്തു പറ്റി? I'm not able to connect with her. പുള്ളിക്കാരി ബ്രേക്കിലാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ സാറ് ഫോൺ എടുത്തിട്ട് അമലനെ മെസ്സേജ് ചെയ്തു. And she was coming out of the temple, I think. Yeah, they spoke and she അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക. അപ്പോൾ she said let's meet tomorrow. വരുമ്പോൾ തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ജീതു സാറും ഇവിടെ വന്ന് കാണുകയും കഥ പറയുകയും അപ്പോൾ തന്നെ ഓക്കെ ആവുകയായിരുന്നു. അപ്പോൾ it was like a dream come true for me. So I was very excited to have her on a film which I believe is a slightly different film. എന്ന് പറയുന്ന ഒരു ക്ലീഷയാണ്, എല്ലാവരും പറയുന്നതാണ്. പക്ഷേ ഇറ്റ് ആക്ച്വലി ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഹാവ് സീൻ സോ ഫാർ എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ക്രൂവും വി ഹാവ് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പു പ്രഭാകർ ആർ DOP, ഈസ് ഡൺ എ ഫാബുലസ് ജോബ്. ദീപു ആണ് എഡിറ്റർ. ജയദേവൻ ചക്കാടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Vishal has done a background score which is absolutely amazing, which is actually the backbone of the film. The music has a lot of importance in terms of its background score in the film. Linda ma'am ആണ് costumes ചെയ്തിട്ടുള്ളത്. Ronex ആണ് makeup. പ്രേം നവാസ് ആണ് art direction. സോ ഓൾ ടുഗെദർ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഫോർ ഫസ്റ്റ് ടൈം. താങ്ക് യു ഫോർ നോട്ട് ഗിവിംഗ് അപ്പ്. ജിത്തു സാറിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി അമലേനെ ഒന്ന് വിളിക്കണമെന്ന്. ഇത്രയും നാളും വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. കറക്റ്റ് when I got the call I was there. ഇതിലാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, I really believe in destiny. Some films are meant to happen, it will happen no matter what. അത് ഈ ഫിലിം ശരിക്കും അതിന്റെ ഒരു it stands for that. So thank you Arfaz for not giving up. This would have been a biggest miss of my life. നേരത്തെ തന്നെ ഈ സിനിമയിലെ പാട്ട് പാടിക്കാന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ടുണീഷ്യയിൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വി ഓൾ ഹാങ് ഔട്ട് താഴെ ഇവരുടെ റൂമിൽ ആസിഫും അമലയും. സോ ഷീ യൂസ് ടു സിംഗ്. പാട്ട് എങ്ങനെ ഓരോന്ന് പാടും. ഷീ സിംഗിങ് റിയലി വെൽ.
അപ്പൊ അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാ, ഒന്ന് പാടിക്കൂടെ എന്ന് പറഞ്ഞു. ഫൈനലി ഐ എം വെരി ഹാപ്പി ദാറ്റ് ഷി ഗോട്ട് കൺവിൻസ്ഡ്. ആൻഡ് ഓൺ 9th month പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗർ ഡെബ്യൂ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് എ റെക്കോർഡ് ഇൻ ഇറ്റ്സെൽഫ്. താങ്ക് യു.